പ്രൈസ് ദി ലോർഡ്. പ്രഭാത വചനധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു, വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വചനധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 40-ാം വാക്യം. അതിപ്രകാരമാണ് വായിക്കുന്നത്: ഇവനെ വേണ്ട, ബറബാസിനെ മതി എന്ന് യഹൂദന്മാർ, പള്ളിപ്രമാണികൾ, പരീശന്മാർ അവരെല്ലാം ചേർന്ന് ഒറ്റ ശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവനെ വേണ്ട, ബറബാസിനെ മതി. ബറബാസോ, അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ആരാണ് ഈ ബറബാസ് എന്ന് അടുത്ത സെൻറ്റൻസ് പറയുകയാണ്. ബറബാസോ കവർച്ചക്കാരനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പിലാത്തോസ് തിരിഞ്ഞ് യേശുവിനോട് അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഒന്ന് ചോദിച്ചു. പല പ്രാവശ്യം പല ആവർത്തി പിലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? നീ ആരാണ്? എനിക്ക് വ്യക്തമായി മനസ്സിലാക്കണം. ആദ്യമൊക്കെ കർത്താവ് അവൻ്റെ ചോദ്യത്തിൻ്റെ കനം എത്ര ഉണ്ടെന്ന് അറിയുവാൻ, അവനെ വ്യക്തമായി മനസ്സിലാക്കാൻ മൗനമായിരുന്നു. അതിനുശേഷം അതേ അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ തൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ താൻ പറയുകയാണ്. ഞാൻ യഹൂദന്മാരുടെ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യതൽപരനായവൻ എല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ വാചകമാണ്. എന്നാൽ നാം ഇവിടെ കുറിവാക്യമായി വായിച്ച വാക്യത്തിൽ ആ ജനങ്ങളെല്ലാം പറയുന്നത്, ഇവനെ വേണ്ട, ബറബാസിനെ മതി. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, സത്യം ഞങ്ങൾക്ക് വേണ്ട, കവർച്ചക്കാരനെ മതി. സത്യം സംസാരിക്കുന്നവനെ ഞങ്ങൾക്ക് ഇഷ്ടമില്ല, കവർച്ച ചെയ്യുന്നവനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഭോഷ്ക് പറയുന്നവനെ ഇഷ്ടമാണ്, കൊല ചെയ്യുന്നവനെ ഇഷ്ടമാണ്. എന്നാൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവനെ ഞങ്ങൾക്ക് വേണ്ട. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം, ബറബാസും നമ്മുടെ കർത്താവും മരിച്ചു. കർത്താവിനെ ക്രൂശിച്ചു, തന്നെ അടക്കി, താൻ ഉയർത്തെഴുന്നേറ്റു. ബറബാസ് സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ചു മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ തിരുവചനത്തിൻ്റെ സത്യത്തിൽ ആഴത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ ബറബാസും കർത്താവും ഇന്നും ജഡത്തിൽ ജീവിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഒരു ചോദ്യചിഹ്നമുണ്ടാക്കിയേക്കാം. ബറബാസ് മരിച്ചില്ലേ എന്ന് ചോദിച്ചേക്കാം. ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സത്യം. ബറബാസ് മരിച്ചില്ലേ? ഇല്ല, ബറബാസ് മരിച്ചിട്ടില്ല. ബറബാസ് ജീവനോടിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളിൽ കൂടെയോ ന്യൂസ് പേപ്പറിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ആരെങ്കിലും നിങ്ങളെ അറിയിക്കുകയാണ്, ബറബാസ് വരുന്നു എന്ന് ഒരു വാർത്ത വന്നാൽ നിങ്ങൾ ബറബാസിനെ കാണാൻ പോകുമോ? തീർച്ചയായിട്ടും പോകും. കാരണം എത്ര ഭയങ്കര ഒരു മനുഷ്യനല്ലേ. അരിമനാഥനായ യേശു ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കൊല ചെയ്യുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണമാക്കി തീർത്തതായ, അവസാന സാധ്യത പോലും ഇല്ലാതാക്കിയതായ ആ മനുഷ്യനെ ഒന്ന് കാണണ്ടേ? നമുക്കറിയാം, യഹൂദന്മാരുടെ ഇടയിൽ ഒരു പതിവുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്. അവർക്കൊരു പെരുന്നാൾ വരുമ്പോൾ, ഒരു പ്രത്യേകമായ ഒരു വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കവർച്ചക്കാരനെയോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെയോ ആ വധശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് അവരെ ജയിലിൽ നിന്നിറക്കി അവർക്ക് ഇറക്കിക്കൊടുക്കുന്നതായ ഒരു പതിവ് ആ യഹൂദന്മാരുടെ ഇടയിൽ നിയമപരമായ ഒരു പാരമ്പര്യമുണ്ട്. പിലാത്തോസിനറിയാം, യേശു ക്രിസ്തു സത്യം സംസാരിക്കുന്നവനാണ്, സത്യത്തിന് വേണ്ടി വന്നവനാണ്, അവൻ വാസ്തവമായി യഹൂദന്മാരുടെ രാജാവ് തന്നെ എന്ന് പിലാത്തോസിന് വ്യക്തമായിട്ടറിയാം. പോരായെങ്കിൽ പിലാത്തോസിന് അറിഞ്ഞുകൂടാത്തത് അവൻ്റെ ഭാര്യ വീട്ടിൽ വെച്ച് നല്ല ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. നീതിമാനായവൻ്റെ രക്തത്തിൽ നീ ഇടപെടരുത് എന്ന് വളരെ വ്യക്തമായി പിലാത്തോസിൻ്റെ ഭാര്യ പിലാത്തോസിന് അറിവ് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഇങ്ങനെയൊക്കെയുള്ളതായ പാരമ്പര്യം നടപ്പാക്കുമ്പോൾ യഹൂദന്മാരുടെ പ്രമാണികളുടെയും പള്ളിപ്രമാണികളുടെയും വാക്ക് അവസാന വാക്കായത് ആണെന്നുള്ളതായ ഒരു നിയമത്തിൻ്റെ കീഴിൽ ചട്ടവിട്ടമായി പോകുന്നതായ ഒരു റോമാ
ഭരണാധികാരിയായതിനാൽ, ആ നിയമം അങ്ങനെ ആയിരുന്നതിനാൽ യഹൂദന്മാരുടെ വാക്കിന് വഴങ്ങേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. സത്യം പറയട്ടെ, ഇന്ന് ബറബാസ് വരുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത നമ്മുടെ ചെവികളിൽ വരുമ്പോൾ, സാധാരണയായി യേശു വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു കൺവെൻഷൻ വെച്ചാൽ എത്ര ആൾ കൂടുമോ അതിൻ്റെക്കാളും എത്രയോ 10,000 മടങ്ങ് അധികം ആൾക്കാർ ബറബാസിനെ കാണാനെത്തും. എന്നാൽ വചനം പഠിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൽ അധിഷ്ഠിതമായ തിരുവചനത്തെ നാം ധ്യാനിക്കുമ്പോൾ, ബറബാസിനെ കാണുവാൻ ഒരു കൺവെൻഷൻ പന്തലിലോ ഒരു സിനിമാശാലയിലോ ചന്തയിലോ പൊതുസ്ഥലങ്ങളിലോ പൊതുസമ്മേളനങ്ങളിലോ ഒന്നും പോകണ്ട. ബറബാസിനെ കാണാൻ കഴിയും. ബറബാസിനെ നമുക്ക് കാണാം. ബറബാസ് ജീവനോടുണ്ട്, ശരീരത്തിൽ തന്നെയുണ്ട്, ആത്മാവിലൊന്നുമല്ല. അവൻ ശരീരത്തിൽ നിൽക്കുന്നുണ്ട്. യേശു ശരീരത്തിൽ നിൽക്കുന്നത് പോലെ തന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തോമസിനോട് കർത്താവ് പറഞ്ഞു, നോക്കൂ, എൻ്റെ ആണിപ്പഴുതുകളിൽ നീ കൈയിട്ട് നോക്കൂ, എൻ്റെ വിലാപ്പുറത്ത് നീ ഒന്ന് കൈയിട്ട് നോക്കൂ. എനിക്കുള്ളതുപോലെ അസ്ഥിയും മാംസവും ഭൂതങ്ങൾക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവ് ജഡത്തിൽ തന്നെ ആത്മശരീരത്തിൽ ജീവിക്കുന്നു. നമുക്ക് ടച്ച് ചെയ്യാം, നമുക്ക് ഫീൽ ചെയ്യാം. ആ യേശുവിൻ്റെ പ്രത്യക്ഷത മരിച്ചുയർത്തുന്നേറ്റു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ബറബാസ് മരിച്ചിട്ടില്ല, അവൻ മരിക്കാതെ ജഡത്തിൽ ഇപ്പോഴും നിൽക്കുകയാണ്. എവിടെ ജീവിക്കുന്നു? ആ ബറബാസിനെ ഒന്ന് കാണിച്ചു തരുവാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ മുൻപോട്ട് നമുക്കൊന്ന് പോകാം. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബറബാസിനെ കാണുവാൻ പൊതുസമ്മേളനങ്ങളിലും പൊതുശാലകളിലും സിനിമാ തിയേറ്ററുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും തെരുവുകളിലും ചന്തയിലും വിശേഷ സ്ഥലങ്ങളിലും ഒന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അവൻ വന്നിട്ടുണ്ട്. എവിടെ? നമ്മുടെ ഭവനത്തിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. ആ ബറബാസ് നമ്മുടെ വീട്ടിലുണ്ട്. ആരാണ് നമ്മുടെ വീട്ടിലെ ബറബാസ്? നമുക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെയുള്ള ചെറുപ്പക്കാരോ വലിയവരോ വൃദ്ധരായവരോ ഒക്കെയുള്ള ഒരു വീടാണെന്ന് വയ്ക്കൂ. സ്നേഹിതരൊക്കെ ധാരാളം കൂടിയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ബറബാസിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റും. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ബറബാസിനെ നമുക്ക് അക്ഷരീകമായി അവിടെ കാണിച്ചു കൊടുക്കാം. അതിന് കേവലം വേണ്ടത് ഒരു കണ്ണാടി മാത്രം. ഒരു നിലക്കണ്ണാടി വെച്ചാൽ നമുക്ക് ബറബാസിനെ കാണാം. വരൂ, ആ ബറബാസിനെ നമുക്കൊന്ന് നോക്കാം. ആ കണ്ണാടി ഒരു ഭിത്തി അരികിലേക്ക് വെച്ചതിന് ശേഷം സൂക്ഷിച്ചു നോക്കൂ. ബറബാസിലാണോ? അവിടെ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്താണ് ആ രൂപം എന്നറിയാമോ? നമ്മുടെ രൂപമാണെങ്കിലും സൂക്ഷിച്ചു നോക്കൂ, കണ്ണിമയ്ക്കാതെ നിങ്ങളൊന്ന് വ്യക്തമായിട്ടൊന്ന് നോക്കൂ. ഹൃദയത്തെ ശോധന ചെയ്തും കൊണ്ടൊന്ന് നോക്കൂ. അവിടെ 2 വ്യക്തിത്വം വെളിപ്പെടുന്നുണ്ട്. ഒന്ന്, സത്യം സംസാരിക്കുന്ന ക്രിസ്തു നിന്നിൽ കൂടെ വെളിപ്പെടും. 2, ഫോഷ്ക്ക് സംസാരിക്കുന്ന വ്യക്തി നിന്നിൽ കൂടെ വെളിപ്പെടും. നിങ്ങളുടെ 2 പേരും നമ്മുടെ ശരീരം ഉപയോഗിക്കുന്നു എന്നർത്ഥം. എപ്പോൾ വരെ? ദൈവം നിശ്ചയിച്ച സമയം വരെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പടി കൂടെ നമുക്ക് ഒന്ന് മുൻപോട്ട് പോയി നോക്കിയാൽ, ഈ ശരീരത്തോടുകൂടി വസിക്കുന്നതായ ബറബാസിനെ, അവൻ്റെ ശരീരത്തിൽ വസിക്കുവാൻ അവന് നൽകപ്പെട്ട സമയത്തിന് ദൈവം ഒരു ക്ലിപ്തത വെച്ചിട്ടുണ്ട്. അതിനാണ് ഇംപെർഫെക്ഷൻ പീരിയഡ് എന്ന് പറയുന്നത്. നാം 1 കൊരിന്ത്യർ 13-12 അപ്പോസ്തലനായ പൗലോസ് ഈ 2 വ്യക്തിത്വങ്ങളെ എടുത്തു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ വായിക്കുകയാണ്: ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം മുഖാമുഖമായി കാണും. അതേ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ ഒന്ന് നോക്കിയാൽ അതിപ്രകാരമാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്: ഫോർ നൗ ഇൻ ദ ടൈം ഓഫ് ഇംപെർഫെക്ഷൻ വി സീ ഇൻ എ മിറർ ഡിംലി എ ബ്ലർഡ് റിഫ്ലക്ഷൻ, എ റിഡിൽ and enigmal, but then where the time of perfection comes we will see reality face to face. അതായത് ഇപ്പോൾ മങ്ങിയതും കടങ്കഥയായതും പ്രഹേളികമായതുമായ രൂപമാണ് നാം നമ്മുടെ രൂപത്തെ
ഒരു കണ്ണാടിയിൽ കാണുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഇംപെർഫെക്ഷൻ ടൈമിൽ മാത്രമേ, അതായത് പൂർണ്ണതയില്ലാത്ത ഒരു കാലയളവിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു രൂപത്തെ കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുവാൻ അനുവദിക്കുകയുള്ളൂ. എന്നാൽ പൂർണ്ണതയുള്ള ഒരു ദിവസം വരുമ്പോൾ, when the time of perfection comes, we will see reality face to face. ആ പൂർണ്ണതയുടെ ഒരു സമയം പ്രത്യക്ഷപ്പെടുമ്പോൾ നാം കാണുന്ന നമ്മുടെ രൂപം ക്രിസ്തുയേശുവിൻ്റെ രൂപമാണ്. അന്ന് നാം അവനെ ഫേസ് ടു ഫേസ് കാണും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ 2 കാലഘട്ടമുണ്ട് എന്ന് എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കഥകൾ കടങ്കഥയായി നിങ്ങളുടെ മുൻപിൽ ഞാൻ അവതരിപ്പിച്ചത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ 2 കാലങ്ങൾ അത് സമ്മർദ്ദപ്പെടുത്തി 2 കാലങ്ങളുടെ ആ പാദങ്ങളിൽ കാലുകൾ ചവിട്ടിയാണ് നമ്മുടെ ജീവിതം നിലകൊണ്ടു പോകുന്നത്. ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇൻപെർഫെക്ഷൻ പീരിയഡ് എന്ന് പറയുന്ന ഒരു പീരിയഡുണ്ട്. അത് വന്നും പോയി നിൽക്കും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ അനുസരിച്ച്, സാഹചര്യങ്ങളുടെ ആനുകൂല്യത അനുസരിച്ച് ചിലപ്പോഴെല്ലാം നാം സത്യത്തെ തിരസ്കരിച്ചുകൊണ്ട് നാം ആ ഫോഷ്കിനെ വിശ്വസിക്കുമാറും നമ്മുടെ ഹൃദയത്തിൽ പറയും, ഇവനെ വേണ്ട, ഇവനെ വേണ്ട, ഞങ്ങൾക്ക് ബറബാസിനെ മതി. ബറബാസോ കവർച്ചക്കാരൻ. കവർച്ചയും ഫോഷ്കും ദോഷത്തിനും കൂട്ടുനിൽക്കുന്നതായ സമയത്ത് നമ്മുടെ അന്തരംഗങ്ങളിൽ ഒരു വാചകം പറയും, ഇവനെ വേണ്ട, സത്യത്തെ വേണ്ട. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മൾ സത്യത്തിനെ ആവശ്യമില്ല എന്ന് നാം സംസാരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇംപെർഫെക്ഷൻ പീരിയഡ് അത് അവിടെ ബലം ചെലുത്തുകയാണ്. പൂർണ്ണതയില്ലാത്തതായ സമയപരിധി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ നാം ഫോഷ്കിനെ വിട്ട് സത്യത്തിന് കൂട്ടാളിയായി മരിക്കേണ്ടി വന്നിരുന്നാലും ശരി, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും ഞാൻ സത്യത്തിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പ്രതിജ്ഞ എടുത്ത ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ where there is the perfection time, നമ്മുടെ ജീവിതത്തിൽ പോരാടുന്നതായ 2 ശക്തികളെക്കുറിച്ചാണ് ഇവിടെ ഇന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒന്ന് ബറബാസിൻ്റെ ശക്തി, കവർച്ചയുടെ ശക്തി. 2 സത്യത്തിൻ്റെ ശക്തി. കവർച്ചയുടെ ശക്തിക്കൊരു കാലയളവുണ്ട്, അത് പൂർണ്ണതയില്ലാത്ത കാലയളവ്. അത് നിൻ്റെ ജീവിതത്തെ റിയാലിറ്റി, വാസ്തവമായ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളെ കാണുവാൻ നിന്നെ അനുവദിക്കാതെ നിൻ്റെ ജീവിതത്തെ ഇംപെർഫെക്ഷനിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും, പൂർണ്ണതയില്ലായ്മയിലേക്ക്. എന്നാൽ യേശു സത്യത്തിന് വേണ്ടി ജനിച്ചവൻ, സത്യതൽപരരായിട്ടുള്ളവർ എൻ്റെ വാക്ക് കേൾക്കും എന്ന് കർത്താവ് അവസാനമായി പറഞ്ഞ ആ വാചകം, ആ വാക്യം തങ്കവാക്യമായി നമ്മുടെ ഹൃദയം ഉൾക്കൊള്ളുമ്പോൾ ഏത് പ്രതികൂലങ്ങളെയും നാം അഭിമുഖീകരിക്കുവാൻ സത്യത്തിന് കൂട്ടാളികളായിത്തീരും. ദൈവത്തിന് സ്തോത്രം. ആ സത്യത്തിന് കൂട്ടാളികളായി നിൽക്കുന്നവരുടെ കാലയളവെന്ന് പറഞ്ഞാൽ എ പീരിയഡ് ഓഫ് പെർഫെക്ഷൻ. അവർ പെർഫെക്ഷനിലേക്ക് പോകും. ആ പെർഫെക്ഷൻ അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ അവർ കർത്താവിനെ ഫേസ് ടു ഫേസ് കാണും. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോഴോ നാം മുഖാമുഖമായി കാണും. കർത്താവിൻ്റെ വരവിനെ പ്രത്യാശിക്കുന്നതായ ദൈവത്തിൻ്റെ ജനമേ, കർത്താവിൻ്റെ വരവിനെ ഒരു പ്രത്യാശ എന്നോണം ജീവിതത്തിൽ നീ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ, ക്രിസ്തുയേശുവിൻ്റെ മഹത്വ പ്രത്യക്ഷത നിൻ്റെ ജീവിതത്തിലെ ഏക ലക്ഷ്യം എങ്കിൽ, ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തിൽ 2 ശക്തികൾ, 2 കാലങ്ങൾ, 2 രൂപങ്ങൾ, 2 സ്വഭാവങ്ങൾ, 2 സമ്മർദ്ദങ്ങൾ നിൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് നിനക്ക് കാണാം. ചിലപ്പോൾ നീ കണ്ണാടിയിൽ നോക്കിയാൽ കവർച്ചക്കാരനും സത്യവും കൂടെ ചേർന്നുള്ളതായ ഒരു സമ്മിശ്ര രൂപം നിനക്ക് പ്രത്യക്ഷപ്പെടും. നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതായ കവർച്ചയുടെ സ്വഭാവവും ഫോഷ്കിൻ്റെ സ്വഭാവവും അതുപോലെ തന്നെ നാം സത്യത്തിൻ്റെ സ്വഭാവവും തമ്മിൽ കൂട്ടിയിളക്കി ഉഷ്ണവാനുമല്ല
തീഷ്ണവാനുമല്ലാത്ത രീതിയിലുള്ളത്, ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്നുള്ളതായ ഒരു രീതിയിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കും. കവർച്ചക്കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല, സത്യവാനാണോ എന്ന് ചോദിച്ചാൽ അല്ല, ആണോ വീണ്ടും ചോദിച്ചാൽ ആണോ. രണ്ടിടത്തും പറയും ആന്ന് കവർച്ചക്കാരനാണ്, മറ്റിടത്തും പറയും ഞാൻ സത്യവാനാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് കവർച്ചയിൽ നിന്നും അസത്യത്തിൽ നിന്നും യാഥാർത്ഥ്യമില്ലായ്മയിൽ നിന്നും പൂർണ്ണതയില്ലായ്മയിൽ നിന്നും ഒരു വ്യതിയാനം ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ദൈവം നിന്നെ സ്നേഹിക്കുന്നതിനാൽ സത്യത്തിൻ്റെ ആത്മാവ് ദൈവം നിൻ്റെ ഹൃദയത്തിൽ തന്നുകൊണ്ട് നിൻ്റെ ഹൃദയത്തെ ഇന്ന് വശീകരിക്കുവാൻ, സ്നേഹിക്കുവാൻ, സ്ഥിരപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നതായ ഒരു ഹൃദയം നിൻ്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ, സത്യതൽപരനായി നിൽക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, മരിച്ചാലും ഞാൻ ജീവിക്കും ക്രിസ്തുവിൽ കൂടെ ഉള്ളതായ ഈ പ്രത്യാശ നിൻ്റെ ജീവിതത്തെ ഒരു പുതിയ മാനത്തിലേക്ക് കൊണ്ടുപോകും. നിൻ്റെ ഭവനത്തെ ഒരു പ്രത്യാശയുടെ മാർഗത്തിലേക്ക് നയിക്കും. നിൻ്റെ ജീവിതത്തെ പല വ്യതിയാനം മറ്റുള്ളവരുടെ മുൻപിൽ നീ ഒരു അതിശയകരമായി മാറും. ഗോഡ് ബ്ലെസ് യു.